ഓഗസ്റ്റ് 12 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അന്ന് എൻ്റെ ക്ലാസ്സിലെ സീനിയർ ടീച്ചർമാരെന്ന് പറയുന്നത് കേട്ടോ, അവരെ ഒക്കെ ഡാൻസ് പഠിപ്പിക്കുന്നവരാണ്. അവരെല്ലാവരും കൂടി ഒരു കേക്ക് കൊണ്ടുവന്ന് ഗംഭീര കേക്ക് കട്ടിങ് ആയിരുന്നേ. കേക്കിൻ്റെ മുകളിൽ എൻ്റെ പേരെഴുതിയത് വായിക്കാൻ നല്ലോണം കഷ്ടപ്പെട്ടു. പാവം ആ പയ്യൻ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി എഴുതിയതാണെന്ന് തോന്നുന്നു. പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നുകൊണ്ട് നമ്മളതൊക്കെ ക്ഷമിച്ചു. താങ്ക് യു. എന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് നല്ല ഗംഭീരായിട്ട് കഴിഞ്ഞിട്ട് പട്ടാമ്പിക്ക് പോകട്ടോ. എന്തിനാ ചോദിച്ചാൽ അറിയില്ലേ, പട്ടാമ്പിക്ക് പോവാണ്. എന്തൊക്കെയോ പരിപാടികൾ. ഇവരുടെ കൂടെ ഞാൻ ഇതേവരെ തുണിക്കടയിലേ കയറിയിട്ടുള്ളൂ. അപ്പോൾ കണ്ണിനെ കയം കാണിക്കരുത് പറയില്ലേ, ആ പറഞ്ഞ മട്ടാണ്. ഇറങ്ങില്ല അവര്. പിന്നെ ഇന്നിപ്പോ നമ്മൾ പോണത് ജ്വല്ലറിയിലേക്ക് അത്ര പോണം. അത് ഞാൻ എന്താ അവസ്ഥ, പിന്നെ അവിടെ വലിയൊരു പൈസക്കുള്ള വകുപ്പില്ലാത്ത കാരണം അധികം നേരം നിൽക്കണ്ടാവില്ല. എന്നാലും വായി പിടിച്ച് നോക്കിക്കാലോ, വെറുതെ മോഡൽ കണ്ടിട്ട് വരാനാണ്. അതെ 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 അതെ. അപ്പൊ ഞങ്ങൾ പട്ടാമ്പി പോയിട്ട് വരാം. ചേച്ചി എല്ലാവരും കാണിക്കാൻ വേണ്ടി മലയാളം ഒന്നിച്ച് കഴിഞ്ഞാൽ കൂട്ടി വായിക്കാറില്ല. പിറന്നാൾ ആഘോഷത്തിൻ്റെ ബാക്കി കേക്ക് കട്ടിങ് കഴിഞ്ഞ് ആ കേക്ക് മാത്രം തിന്ന് ഉച്ചയ്ക്കൊന്നും കഴിക്കാണ്ട് ഞങ്ങൾ പട്ടാമ്പിക്ക് ഇറങ്ങി. ദീപ്തിക്കുട്ടി മാത്രം പട്ടാമ്പിക്ക് പോകുന്നില്ല. എൻ്റെ പുതിയ കാറിൽ അറിയാവുന്ന പോളിടെക്നിക്കൊക്കെ ഞാൻ അവരുടെ മുമ്പിൽ പയറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ കവിത ജ്വല്ലറിയിൽ കയറിയിട്ടോ. വണ്ടി മാളും മാർപ്പാടൊക്കെ കണ്ടപ്പോൾ കവിത ജ്വല്ലറിക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളൊരു 10 പവൻ എടുത്ത് പോരുന്നു. മോതിരവും ലോക്കറ്റും വളയും മാലയും ഒക്കെ നോക്കിച്ചാലും അതൊന്നും വാങ്ങിയില്ല. അവസാനം ഒരു മൂക്കുത്തിയിൽ ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു അടിപൊളി മൂക്കുത്തി വാങ്ങിയിട്ടോ അവിടുന്ന്. നല്ല രസമുണ്ടായിരുന്നു. ഡയമണ്ടാണ്. നല്ല സർവീസ് ആട്ടോ ഇവരുടെ കവിത ജ്വല്ലറി. അടിപൊളിയായിരുന്നു. പച്ച സാരി എടുത്തുകൊണ്ട് ആ മൂക്കുത്തി അപ്പം തന്നെ മൂക്കിലിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദിവ്യയുടെ ചർച്ചയും മേടിച്ചൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കടയിൽ കയറുന്ന നേരത്ത് വിശപ്പില്ല ദാഹമില്ല. ഞങ്ങളൊക്കെ ഒരേ നുഖത്തിൽ വെച്ച് കെട്ടാം. ഓഫർ കണ്ട് സ്റ്റുഡിയോയിൽ കയറി, പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. നല്ല വിശപ്പായി. പട്ടാമ്പി മാളിൽ കയറിയിട്ട് ഞങ്ങൾ പിസയും പിന്നെ ബർഗറും പിന്നെ ഇവരെന്തൊക്കെയോ സാധനങ്ങളും നോണ് അതൊക്കെ ഓർഡർ ചെയ്തു. അതിലിരിപ്പാണേ. കുറച്ചേരം ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇവർ ലാസ്റ്റ് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം പോയി. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം എൻ്റെ ബർഗറും ഇവർക്ക് കഴിക്കാനുള്ള ഫുഡും വരുന്നുണ്ട്. എൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയിട്ടോ. പിന്നെ മേലും കീഴിൽ നോക്കിയില്ല കേട്ടോ. എല്ലാവരും കഴിക്കൽ തുടങ്ങി. ഞങ്ങളൊന്നും പിന്നെ ഒരു കോംപ്രമൈസ് ഉണ്ടായില്ല, കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലെ ബിസിനസ് ലേഡി ദിവ്യ തിരക്കിലായിരുന്നു. ഫോണോട് ഫോണ്. ബർഗർ ഇഷ്ടമുള്ള പലഹാരമാണെങ്കിലും കഴിക്കാൻ അത്രയും പണിയാണ്. പിന്നെ അടുത്ത പലഹാരമായി. അങ്ങനെ നമ്മുടെ പിസ്സ വന്നു. പരസ്യത്തിൽ കാണുന്ന പോലെ എടുക്കാമെന്ന് പറഞ്ഞ് ഹരിത പണി തുടങ്ങി. അങ്ങനെ പിടിവലി കൂടി അത് കിട്ടിയിട്ടാ കണ്ടാ. വലിച്ചു. ഓരോരുത്തരായിട്ട് ഓരോ കഷ്ണത്തുമ്പിലേക്ക് ഇരിക്കുകയാണ്. ദിവ്യയുടെ പിഞ്ഞാണം കാണിച്ചു. ബാക്കിയുള്ളവരൊക്കെ കയ്യിലെടുത്തു. അങ്ങനെ ഇനി അടുത്തത് പിസ്സയായിട്ടുള്ള യുദ്ധം. ആദ്യം കൊടുന്ന ചട്ടി ഇവർ കാലിയാക്കിയിട്ടോ. അത് പോയ വഴി അറിഞ്ഞില്ല. അതേപോലെ തന്നെ പിസ്സയും ചടപെടാൻ എല്ലാവരും കഴിച്ചു. ലാസ്റ്റ് ഒരു കഷ്ണം ബാക്കിയായി. ഇനി അത് ആരെടുക്കുന്നതാണ്. അവസാനം കയ്യിലുള്ള ഫോർക്കൊക്കെ എടുത്ത് കുത്തിപ്പറിച്ച് എല്ലാവരും കൂടെ കഴിച്ചു. ബിസിനസ് കാര്യങ്ങൾ കുറേ ഡീൽ ചെയ്യാനുള്ളത് കൊണ്ട് ദിവ്യ അപ്പോഴും ഫോണിൽ തന്നെയാണ്. നല്ലൊരു ദിവസം സമ്മാനിച്ച പ്രിയപ്പെട്ട മക്കൾക്ക് താങ്ക് യു. പിറന്നാളിന് വേറെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു, വേറെ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ നോക്കട്ടെ, പറ്റിയ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം. ലേഡീസ് ഡേ ഔട്ട് ശീലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Limita.